ഹായ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയണത് ആ, ഒരു വലിയൊരു അനുഗ്രഹത്തിൻ്റെ കാര്യം പറയാനായിട്ടായിരുന്നു. അതായത് നമുക്കറിയാം, ഇപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ മരിച്ചിട്ട് ഏകദേശം ഒരു മാസം പിന്നിട്ടിരിക്കുകയാണ്. ഒപ്പം നമുക്കൊരു പുതിയൊരു മാർപ്പാപ്പയെ കൂടി കിട്ടിയിരിക്കുകയാണ്, ലയോ 14 മാർപ്പാപ്പ. എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് തുടങ്ങാം. ലയോ 14 മാർപ്പാപ്പ എനിക്ക് തോന്നുന്നു ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ തന്നെ എല്ലാവർക്കും വളരെയധികം പെട്ടെന്ന് പോപ്പുലറായിട്ടുള്ള, പ്രത്യേകിച്ച് കത്തോലിക്കർക്ക് വലിയൊരു പെട്ടെന്ന് തന്നെ ഒരു ജനപ്രീതി കിട്ടിയ ഒരു മാർപ്പാപ്പയായിട്ട് ലയോ 14 മാർപ്പാപ്പ വന്നിരിക്കുകയാണ്. ഞാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ മരിച്ച ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് കണ്ടുവച്ചിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഒക്കെ പ്രഡിക്ഷൻസ് ഒന്നുമല്ല. ലയോ 14 മാർപ്പാപ്പ, അല്ലെങ്കിൽ കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റ് എന്ന് പറഞ്ഞൊരു കർദിനാളിനെ ആരും തന്നെ വലിയ കാര്യത്തിലൊന്നും പ്രൊഡിക്റ്റ് ചെയ്തിരുന്നില്ല. അദ്ദേഹം മാർപ്പാപ്പയാവുമെന്ന് ആരും തന്നെ പറഞ്ഞിരുന്നില്ല. എങ്കിലും അതാണ് ദൈവത്തിൻ്റെ ഇടപെടൽ, ദൈവത്തിൻ്റെ ആത്മാവ്. അത് കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റ്, അല്ലെങ്കിൽ ഇന്നത്തെ ലയോ 14 മാർപ്പാപ്പയെ കത്തോലിക്ക സഭയുടെ, കർത്താവിൻ്റെ സഭയുടെ പരമാധ്യക്ഷനായിട്ട് നിയമിച്ചിരിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ വികാരിയായിട്ട് നിയമിച്ചിരിക്കുകയാണ്. എനിവേ, ഞാൻ അതിനെക്കുറിച്ചല്ല പ്രധാനമായിട്ടും എനിക്ക് പറയാനുള്ളത്. കാരണം പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ മരിച്ച് ഒരു മാസം പിന്നിട്ടിരിക്കുകയാണ്. മാർപ്പാപ്പയുടെ മധ്യസ്ഥതയിൽ എനിക്കുണ്ടായൊരു വലിയൊരു അനുഗ്രഹം എൻ്റെ ഫ്യൂച്ചറിനും കരിയറിനും ജോലിക്കും ഒക്കെ ഒരുപാട് മുതൽക്കൂട്ടാകുവാൻ പോകുന്ന ഒരു വലിയൊരു അനുഗ്രഹത്തെക്കുറിച്ച് പറയാനായിട്ടായിരുന്നു ഈ ഒരു വീഡിയോ. സത്യം പറഞ്ഞാൽ ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു, ഇത് പറയണോ പറയണ്ടയോ. ഞാൻ കുറേ നാൾ മുൻപ് തന്നെ എനിക്ക് അനുഗ്രഹം കിട്ടിയതാണ്. അതായത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഫ്യൂണറിന് മുമ്പ് തന്നെ എനിക്ക് ഈ അനുഗ്രഹം കിട്ടിയതാണ്. പക്ഷേ അത് എൻ്റെ ഉള്ളിൽ പറയണ്ടെന്നൊരു തോന്നലുണ്ടായിരുന്നു. പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരികയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇത് പറയണം തോന്നുന്നു, കുറച്ച് സ്വപ്നങ്ങൾ കാണുന്നു. അപ്പോൾ പിന്നെ പറയാതിരിക്കുന്നത് ശരിയല്ല എന്നെനിക്ക് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. അതായത് ഏപ്രിൽ 20 ഈസ്റ്റർ. ഏപ്രിൽ 21 ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്യുന്നത്. ഞാൻ ഏപ്രിൽ 21 വീട്ടിൽ തന്നെയായിരുന്നു. ഏപ്രിൽ 21 ഞാൻ വീട്ടിൽ നിന്ന് വൈകുന്നേരമാണ് തിരിച്ച് കൊച്ചിയിലോട്ട് പോകുന്നത്. ഏപ്രിൽ 22 ഞാൻ ഓഫീസിലോട്ട് പോകുന്നു. അപ്പോൾ ഈസ്റ്റർ കഴിഞ്ഞിട്ടുള്ള കുറേ നാളുകൾക്ക് ശേഷമാണ് ഓഫീസിൽ പോകുന്നതിൻ്റെ ഒരു വല്ലാത്തൊരു ജോലിഭാരം കൂടുതലായിരിക്കും എന്നുള്ളവർക്കറിയാമല്ലോ. അതുകൊണ്ട് ഞാൻ പോകുമ്പം ഞാനൊരു ജേർണലിസ്റ്റാണല്ലോ. സോ എനിക്ക് ഒരു അസൈൻമെൻറ്റ് തരുവാണ്. ഞങ്ങളുടെ ടീമിൽ നിന്ന് ഒരു അസൈൻമെൻറ്റ് എനിക്ക് കിട്ടി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെപ്പോലുള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റാത്ത ഭയങ്കര കടുകട്ടിയായിട്ടുള്ളൊരു അസൈൻമെൻ്റ് ആയിരുന്നു. ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടേറിയ ഒരു അസൈൻമെൻ്റ് ആയിരുന്നു. സോ എനിക്കത് ചെയ്യണം എന്നൊരാഗ്രഹം എനിക്കാണ് ആ ഒരു അസൈൻമെൻറ്റ് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി. 22 രാവിലെ തന്നെ എനിക്ക് ഈ ഒരു അസൈൻമെൻറ്റ് തരുവാണ്. ഇങ്ങനെ ഒരു അസൈൻമെൻറ്റ് അത് സബ്മിറ്റ് ചെയ്യേണ്ട ദിവസം 26 ശനിയാഴ്ച. വളരെ ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ തന്നെ പെട്ടെന്ന് തന്നെ ഈ അസൈൻമെൻറ്റ് ചെയ്യണമെന്ന് ആണ് എനിക്ക് കിട്ടിയ നിർദ്ദേശം. ഞാൻ ഇപ്പോഴും പറയുന്നു, എനിക്ക് ആ അസൈൻമെൻറ്റിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് പറയാൻ പറ്റത്തില്ല, കാരണം അത് വളരെ സീക്രട്ടായൊരു കാര്യമാണ്. പക്ഷേ എന്നെപ്പോലെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് എനിക്ക് വ്യക്തിപരമായിട്ട് വളരെ ബുദ്ധിമുട്ടേറിയ, വളരെ അധികം എന്താ പറയുക, ടെൻഷൻ നേരിട്ട ഒരു അസൈൻമെൻ്റ് ആയിരുന്നു അത്. അപ്പോൾ അത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ വളരെയധികമായിട്ട് ടെൻസ്ഡായി. ഉടനെ തന്നെ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, എനിക്കറിയില്ല അസൈൻമെൻറ്റ് എങ്ങനെ ചെയ്യണം എന്ന് എനിക്കറിയില്ല. കറക്റ്റായിട്ടുള്ളൊരു ഗൈഡ് ലൈൻസ് എനിക്ക് പറയുന്നുണ്ടെങ്കിലും എനിക്കത് ഊഹിച്ചെടുക്കാനൊന്നും പറ്റുന്നില്ല. ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വെറുതെ ജസ്റ്റ് ആ ടൈമിൽ എൻ്റെ ഗാലറി ആ സമയത്ത് മുഴുവനും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഫോട്ടോസായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് അയച്ചു തന്ന ഒരു ഫോട്ടോ കണ്ടു. അപ്പോൾ ഞാനത് കണ്ടപ്പം ഞാൻ എന്താ പറയുക, ഭയങ്കരമായിട്ട് ആ ഫോട്ടോ നോക്കിയൊന്ന് ജസ്റ്റ് ഞാൻ പ്രാർത്ഥിച്ചു. അതായത് ഞാൻ പറഞ്ഞു, മാർപ്പാപ്പയെ എനിക്കത് ചെയ്യാൻ പറ്റുമെങ്കിൽ തോന്നണില്ല, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പം പിന്നെ ഞാൻ അന്ന് വൈകുന്നേരം കുർബാനയ്ക്ക് പോയി. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മശാന്തിയാണ് കുർബാനയുടെ മെയിൻ ആ ദിവസങ്ങളൊക്കെ നമ്മുടെ ഒരു നിയോഗമായിട്ട് പറയുന്നത്. എങ്കിലും എൻ്റെ ഒരു നിയോഗം ഈ അസൈൻമെൻറ്റ് ടെൻഷനും കൂടി ഉണ്ട്. അങ്ങനെ 22 കഴിഞ്ഞു. 23 പറയുന്നത്. 26 മാർപ്പാപ്പയുടെ ഫ്യൂണറൽ എന്ന് പറയുകയാണ്.
ഫ്യൂണറൽ എന്ന് പറയുകയാണ്. അപ്പം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. അപ്പോൾ ഫ്യൂണറൽ എന്ന് പറയുകയാണ്. അങ്ങനെ ഫ്യൂണറലിൻ്റെ അന്ന് തന്നെയാണ് എനിക്ക് ഈ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ അന്നും വിചാരിച്ചു, അന്ന് ഞാൻ മാർപ്പാപ്പയോട് പ്രാർത്ഥിച്ച കാര്യം അതാണ്. മാർപ്പാപ്പ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊരു ഉറപ്പില്ല, എങ്കിലും എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്നൊരു ചിന്തയും വെച്ചിട്ടാണ് ഞാൻ അന്നത്തെ ദിവസം ചെയ്യുന്നത്. അന്നത്തെ ദിവസം തന്നെ എനിക്കറിയാവുന്ന അത്യാവശ്യം ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു മീഡിയ പേഴ്സൺ എന്നോട് പറയണം, എന്താ പറയുന്നത്, നീ ഈ ഒരു അസൈൻമെൻറ്റിൻ്റെ കാര്യം ഞാൻ ജസ്റ്റ് ഡിസ്കസ് ചെയ്തു. സോ എന്നോട് പറഞ്ഞു, കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ മതി. കുറച്ച് റെഫറൻസസ് എനിക്ക് തന്നു. ഈ റെഫറൻസൊക്കെ തന്നിട്ട് എന്നോട് പറഞ്ഞു, ഇതൊക്കെ ചെയ്ത് കൊടുത്താൽ മതി, ഓക്കെ ആയിക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ എനിക്ക് പറയേണ്ടതെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ ഭയങ്കര സന്തോഷിക്കണോ കരയണമെന്ന് എനിക്കറിയില്ല. അന്ന് തന്നെ തുടങ്ങിയ എൻ്റെ അസൈൻമെൻറ്റിൻ്റെ കാര്യങ്ങൾ കുറച്ച് പ്രാക്ടിക്കലായിട്ട് വർക്ക് ഉണ്ടായിരുന്നു. അതും ഞാൻ കുറച്ച് ഗ്രൗണ്ട് വർക്ക് എന്നൊക്കെ പറയില്ല, നമ്മൾ ഫീൽഡ് വർക്ക് ഉണ്ടായിരുന്നു. അതും എനിക്ക് 24-ാം തീയതിയൊക്കെ ചെയ്യാൻ പറ്റി. 24-ാം തീയതി സെൻറ്റ് ജോർജിൻ്റെ ഫീസ്റ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട സെയിൻ്റ് ആയിരുന്നു സെൻറ്റ് ജോർജ്. അപ്പോൾ അതും ഒരു വല്ലാത്തൊരു കൃപ എനിക്ക് കിട്ടിയ പോലെ എനിക്ക് തോന്നി. 24-ാം തീയതി മൊത്തമായിട്ട് ചെയ്തു, 25-ാം തീയതി ഫൈനലൈസ് ചെയ്തു. 26-ാം തീയതി, അതായത് പോപ്പ് ഫ്രാൻസിസിൻ്റെ ഫ്യൂണറൽ നടക്കുന്ന അതേ ടൈമിൽ തന്നെയാണ് ഞാൻ ഈ സംഭവം സബ്മിറ്റ് ചെയ്യാൻ പോകുന്നത്. ഞങ്ങളുടെ ആ ഒരു ഇതിന് മൊത്തം ലൈവാണ്. അന്ന് ഞാൻ കാണുമ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയുള്ള ഫ്യൂണറിൻ്റെ ഓൾ സെയിൻസിൻ്റെ ലിറ്റനി നടന്നുകൊണ്ടിരിക്കുകയാണ്, സകല വിശുദ്ധരുടെയും മുത്തിനിയ. ആ ടൈമിലൊക്കെ ഞാൻ മുഴുവനായിട്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, ഇത് കൊണ്ടു കൊടുക്കുന്നൊരു ടൈം. ഒപ്പം തന്നെ ലിറ്റനി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ശബ്ദം എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്, കാരണം നമ്മൾ ഫുൾ ലൈവ് കൊടുക്കുന്നതാണല്ലോ. അപ്പം ഈ ടൈമിൽ തന്നെയാണ് ഞാൻ ഇത് കൊണ്ടു കൊടുക്കുന്നതും. സത്യം പറഞ്ഞാൽ ഞാൻ ഇതിന് മുൻപ് വെള്ളിയാഴ്ച ഞാൻ ഡെസ്കിനും ഇത് കൊടുത്തിരുന്നു. ഡെസ്കിനും ഇത് സംഭവം നമ്മൾ സബ്മിറ്റ് ചെയ്തിരുന്നു. ഡെസ്കിന് വളരെ നല്ലൊരു മറുപടിയാണ് കിട്ടിയത്. പക്ഷേ നമുക്കിത് സബ്മിറ്റ് ചെയ്യേണ്ട ആൾക്ക് കൊണ്ടു കൊടുക്കണമല്ലോ. അപ്പോൾ അന്ന് തന്നെ സബ്മിറ്റ് ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് കിട്ടി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്ത അസൈൻമെൻറ്റ് സക്സസ്ഫുള്ളായിരുന്നു. ഇപ്പോഴും ഞാൻ പറയുന്നു, എനിക്കൊട്ടും പറ്റാത്തൊരു അസൈൻമെൻറ്റാണ് എനിക്ക് കിട്ടിയത്. എനിക്ക് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള അസൈൻമെൻറ്റാണ് എനിക്ക് കിട്ടിയത്. ഒട്ടും പിന്നെ നമ്മളൊരു അസൈൻമെൻറ്റ് തരുമ്പോൾ നോ പറഞ്ഞു കഴിഞ്ഞാൽ നാളത്തെ നമ്മുടെ പെർഫോമൻസിനൊക്കെ ഇത് ബാധിക്കും എന്നുള്ളത് കൊണ്ട് എനിക്ക് നോ പറയാനും പറ്റിയില്ല. കാരണം അതെൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്. പക്ഷേ ഞാനത് ചെയ്തു കൊടുത്തു. വളരെ സക്സസ്ഫുള്ളായിട്ടുള്ളൊരു അസൈൻമെൻ്റ് ആയിരുന്നു. അത് ഒറ്റയ്ക്ക് ചെയ്തപ്പോൾ എനിക്കുള്ള സന്തോഷം വേറെയാണ്. അതും നമ്മൾ ഒരുപാട് നന്മകൾ അതുമൂലം ഉണ്ടാവും. നമ്മുടെ കരിയറിനെയും നമ്മുടെ പ്രൊമോഷനെയും ഒക്കെ അത് ഹൈക്ക് ചെയ്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷം. എനിക്ക് തോന്നുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മധ്യസ്ഥതയിൽ എനിക്ക് സംഭവിച്ചൊരു വല്ലാത്തൊരു അനുഗ്രഹമാണ് ഇത്. പിന്നെ ഈ ഒരു വീഡിയോ പറയണോ എന്നൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. കാരണം ഇതെങ്ങനെയാണ് ഇതൊക്കെ പറഞ്ഞാൽ ഇനി ശരിയാവുമോ എന്നൊക്കെ ചിന്തയുണ്ടായിരുന്നു. ഞാൻ അപ്പോൾ ഇത് ആദ്യം സംസാരിച്ചത് ഞങ്ങളുടെ ഓഫീസിൽ തന്നെയാണ്. എൻ്റെ മേലധികാരികളുമായിട്ട് സംസാരിച്ചു. ഇനി വളരെ നല്ലൊരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടി. നീ ഇത് കൊടുത്ത കുഴപ്പമൊന്നുമില്ല, എന്തായാലും നീ ഒറ്റയ്ക്ക് തന്നെ ചെയ്തതല്ല എന്ന് പറഞ്ഞു. എന്തായാലും സക്സസ്ഫുള്ളായിട്ട് മിഷൻ ആയിരുന്നില്ല എന്ന് ചോദിച്ചു. അപ്പം എനിക്കത് സന്തോഷമായി. ഞാനത് അവരുടെ ഭാഗത്തു നിന്നൊരു കൺസെൻറ്റ് എനിക്ക് കിട്ടി. പിന്നെയും എനിക്കൊരു അമാന്തായിരുന്നു, ഇത് ഇങ്ങനെ പറയണോ, അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമാവോ എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ സ്വപ്നം കാണുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ രൂപങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിലൊക്കെ പ്രദക്ഷിണം നടത്തുന്നതും കപ്പലുകൾ പണിയുന്നതൊക്കെ ഞാനങ്ങനെ സ്വപ്നം കാണാം. അപ്പോൾ എനിക്ക് തോന്നി ഇതിങ്ങനെ പറയാതിരിക്കാൻ പറ്റത്തില്ല, ആരെങ്കിലുമൊക്കെ ഇത് പറയണം. സോ അങ്ങനെയാണ് ഈ ഒരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതും ഇങ്ങനെ പറയാമെന്ന് വിചാരിക്കുന്നു. സോ ദൈവത്തിന് നന്ദി, മാർപ്പാപ്പയ്ക്ക് നന്ദി. എനിക്ക് തോന്നുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ മരിച്ച ആ ടൈമിൽ ഏറ്റവും കൂടുതൽ പേര് പറഞ്ഞിരുന്നത് ഉടനെ തന്നെ വിശുദ്ധനാക്കൂ എന്നാണ്. എനിക്ക് തോന്നുന്നു ഒരു 1-2 കൊല്ലങ്ങൾക്കുള്ളിൽ തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മുടെ കത്തോലിക്ക സഭയിലെ ഒരു വിശുദ്ധനായിട്ട് മാറട്ടെ എന്നും, കേരളത്തിൽ ഞാൻ സ്വപ്നം കണ്ടതുപോലെ വിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പേരിൽ ഒരുപാട് കുരിശടികളും അല്ലെങ്കിൽ രൂപങ്ങളൊക്കെ വെച്ച് നമുക്ക് തൊട്ടുമുത്താനും പ്രാർത്ഥിക്കാനും അദ്ദേഹത്തിൻ്റെ തിരുശേഷിപ്പ് ഉണങ്ങുന്നതിനൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ കേരളത്തിലുണ്ടാകട്ടെ എന്നൊക്കെ ഞാൻ വിചാരിക്കുകയാണ്. അങ്ങനെ ഒരു വീഡിയോ ഞാൻ തരുന്നു. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മധ്യസ്ഥതയെ പ്രാർത്ഥിക്കാം. എനിക്ക് തോന്നുന്നു സത്യമാണ്, സ്വർഗത്തിൽ
പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നവനായിട്ടുള്ള ഈശോയുടെ തൊട്ടടുത്തിരുന്ന് നമ്മുടെ സഭയ്ക്ക് വേണ്ടി എനിക്ക് തോന്നുന്നു ജീവിച്ചിരുന്ന ഫ്രാൻസിസ് പാപ്പയേക്കാൾ ശക്തനായൊരു മാർപ്പാപ്പയാണ് സ്വർഗത്തിൽ ഇപ്പോൾ നമുക്കുള്ളത്. അത് നമ്മുടെ കത്തോലിക്ക സഭയ്ക്കൊക്കെ വലിയൊരു കൃപയാണ്, വലിയൊരു അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലോകത്തിന് മുഴുവൻ സമാധാനം ആയിരിക്കും ഫ്രാൻസിസ് മാർപ്പാപ്പ. അദ്ദേഹത്തിൻ്റെ ഫ്യൂണറിൻ്റെ അന്ന് തന്നെ ഉക്രൈനും അമേരിക്കൻ പ്രസിഡൻറ്റും ഉക്രൈൻ പ്രസിഡൻറ്റും തമ്മിലുള്ള ഒരു സംഭാഷണങ്ങൾ കണ്ടതാണ്. അതെ, അപ്പോൾ ആ ഒരു അന്ന് തന്നെ ഇത് വർക്ക് ചെയ്തിരുന്നു. എനിക്കാണെങ്കിൽ പിറ്റേ ദിവസം തൊട്ട് വർക്കാവാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ ഉറപ്പായിട്ടും അത്തരത്തിലുള്ള ഒരു വലിയൊരു അനുഗ്രഹം മാർപ്പാപ്പ മൂലം നമുക്കൊക്കെ ഉണ്ടാവാൻ പോകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന് നന്ദി, മാർപ്പാപ്പയ്ക്ക് നന്ദി, എല്ലാവർക്കും നന്ദി. താങ്ക് ഗോഡ്.